എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നു. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാനായി ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. വൈകിട്ട് 3:30 ഓൺലൈനായിട്ടാണ് യോഗം നടക്കുന്നത്. സ്ഥലമേറ്റെടുക്കലും വീടുകളുടെ നിർമ്മാണത്തിലും അന്തിമ തീരുമാനം വരും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാനായി ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുകയാണ്. യോഗത്തിലെ പ്രധാന അജണ്ടകൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. വൃന്ദ, ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തന്നെയാണ്. കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്, ദുരന്ത ബാധിതരായുള്ള ആൾക്കാർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ്. 388 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകാമെന്നുള്ള ഉറപ്പ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കരട് പട്ടികയെല്ലാം തയ്യാറായിരിക്കുകയാണ്. ഈ പട്ടിക കൃത്യമല്ല എന്നുള്ള ഒരു പരാതി കൂടി ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ആരെ ഏൽപ്പിക്കണം, എപ്പോൾ പണി പൂർത്തിയാക്കണം, എത്തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രധാനമായും ഈ വീട് നിർമ്മിച്ച് നൽകി പുനരധിവാസം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ്. അത് ഉറപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ള തീരുമാനത്തിന് വേണ്ടി തന്നെയാണ് ഇന്ന് യോഗം ചേരുന്നത്. ഇന്ന് ഓൺലൈനാണ് യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകിയവരുടെ ഒരു ചർച്ചയും അടുത്ത ദിവസം ഉണ്ടാവും. ചീഫ് സെക്രട്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം വീട് നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കും. ഏതായാലും ഇപ്പോൾ നിലവിൽ അവിടുത്തെ ഈ വീട് നിർമ്മിച്ചു നൽകുന്നതിനായി സ്ഥലം ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റുകളുടെ ഭാഗവുമായി ബന്ധപ്പെട്ട നിയമവശം കൂടി തേടും. അത് ആ സ്ഥലം ഏറ്റെടുത്ത് അതിനുശേഷം അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള ചർച്ചകൾ ഉണ്ടാകും. ഈ ടൗൺഷിപ്പ് നിർമ്മാണം ആരെ ഏൽപ്പിക്കണം, എത്രത്തോളം ഈ ടൗൺഷിപ്പ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളടക്കം ചർച്ച ചെയ്യും. അതിന്റെ ചെലവ് കാര്യങ്ങളൊക്കെയും ചർച്ചയിലുണ്ടാകും. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ പുനരധിവാസം നടത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ളത്. എന്നാലും 4 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ കളക്ടറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പട്ടിക ഇത് കൃത്യമല്ല എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. അത് പലരെയും ജനങ്ങൾ പല ഭാഗത്തായി മാറി നിൽക്കേണ്ട സാഹചര്യം, ഒന്നിച്ച് എല്ലാവർക്കും കൂടി ഈ പുനരധിവാസം സാധ്യമാകില്ല എന്നടക്കമുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം വയനാട് ദുരന്ത ബാധിതർക്ക് പുനരധിവാസം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനുവേണ്ടി മാത്രം തന്നെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഇന്ന് വൈകിട്ട് 3:30 ഓൺലൈനായി ചേരുന്ന യോഗം. ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ, അതായത് പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്യും. ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്ന ആശങ്ക, കേന്ദ്ര അവഗണനയെ തുടർന്നുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ എത്രത്തോളം ഇനി സാധ്യമാക്കേണ്ട കാര്യങ്ങളുണ്ട്, വളരെ വേഗത്തിൽ തന്നെ പുനരധിവാസം ശക്തമാക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ, സംസ്ഥാന സർക്കാർ സ്വന്തമായി നിലപാടെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളടക്കം ചർച്ച ചെയ്യും. ഏതായാലും വയനാട് ദുരന്തബാധിതർക്ക് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കേണ്ട സാഹചര്യം എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേന്ദ്ര അവഗണനയെക്കുറിച്ച് പലയിടത്തിലും മന്ത്രിമാരടക്കം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ ഗുണപ്പെടുന്ന രീതിയിൽ, അതായത് ഈ ജനങ്ങൾക്ക് സർക്കാരിന്റെ തീരുമാനം ഗുണപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വീട് നിർമ്മാണം 388 കുടുംബങ്ങൾ പട്ടികയിലുള്ള ഈ കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണവും ടൗൺഷിപ്പ് നിർമ്മാണവും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. അതിനുശേഷം വീട് നിർമ്മാണത്തിന് ഉറപ്പ് നൽകി വാഗ്ദാനം നൽകിയ ആളുകളുമായുള്ള ചർച്ച നാളെ ഉണ്ടാകും. നാളെ വൈകിട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയുണ്ടാകും. ഈ ചർച്ചയിലും പ്രധാനമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള ഒരു താല്പര്യമാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ളത്. എന്നാൽ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. വൃന്ദ. വിഷ്ണു, ഈ ഒരു ദുരന്തത്തിന് ശേഷം നിരവധി ആളുകളാണ് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനവുമായി എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വീട് വെച്ച് നൽകാൻ ഉദ്ദേശിക്കുന്നവരുടെ ഒരു യോഗം ചേരും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഈ യോഗവും എപ്പോഴായിരിക്കും? വൃന്ദ, ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചത് തന്നെയാണ്. നാളെയാണ് ഈ വീട് നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാഗ്ദാനം നൽകിയ ആളുകളുമായുള്ള യോഗം നടക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ആ യോഗം. ഈ യോഗത്തിൽ പ്രധാനമായും ആരൊക്കെ എത്രയൊക്കെ വീട് നിർമ്മിച്ച് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. അതിനുശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നത്. ഏതായാലും ഇപ്പോൾ വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുള്ള ഈ വീട് നഷ്ടപ്പെട്ടവരടക്കം പലയിടങ്ങളിലും വാടക വീടുകളിൽ താമസിക്കുന്നു. പലർക്കും താമസത്തിനിടയിൽ
ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അങ്ങനെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ. കുറച്ച് നാളുകളായി തന്നെ ഈ ഒരു പട്ടിക തയ്യാറായിട്ടില്ലായിരുന്നു. ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു കരട് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ആ പട്ടികയിലാണ് 388 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നത്. ആ പട്ടികയിലുള്ള ആളുകളുടെ വിവരങ്ങൾ കൃത്യമല്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. വയനാട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയാണ്. എന്നാൽ അതേസമയം ഇത്രയും പേർക്കും വീട് നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ തീരുമാനത്തിലെടുത്തിട്ടുള്ളത്. ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ വീട് നൽകാമെന്ന കണക്ക് കൂട്ടേണ്ടി വരും. ആ കണക്കെടുപ്പിന് ശേഷമായിരിക്കും സർക്കാർ കൂടുതൽ ഒരു ചിട്ടയിലേക്ക് പോകുന്നത്. അതായത് ആർക്കൊക്കെ എപ്പോഴൊക്കെ വീട് നിർമ്മിച്ചു നൽകണം, ഏത് ഒരു നിർമ്മാണ പ്രവർത്തകർക്കാണ് ഇത് കൊടുക്കേണ്ടത്, ആ കോൺട്രാക്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്ന് ചർച്ചയിലുണ്ടാകും. അതിനുശേഷം നാളെ എത്ര വീടുകൾ എന്താണ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും. ശരി, വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാനായി ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. വൈകിട്ട് 3:30 ഓൺലൈനായിട്ടാണ് യോഗം ചേരുക. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി തയ്യാറാക്കിയ പട്ടികയെ ചൊല്ലി വൻ വിവാദവും നിലനിൽക്കുന്നുണ്ട്. ഗുണഭോക്താക്കളുടെ പട്ടിക കൃത്യമല്ലെന്നും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദുരന്ത ബാധിതരുടെ ആക്ഷൻ കൗൺസിൽ പ്രതിഷേധമുയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.